The Friday reading program conducted in our school is one among the most prestigious activities organized by the NSS group of our school. Today, being the 18th week of the Friday reading program, we have a very special guest today to introduce the book to you. She is Dr. Rajida S., Assistant Professor of Public Administration, University of Kerala. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു പരിപാടി നിങ്ങൾ സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നറിയാൻ. സ്കൂൾ കാലം, ഈ പ്രായമാണ് ഏറ്റവും സന്തോഷമുള്ള കാലം. പക്ഷേ നമുക്ക് അതത്ര ഇങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? എപ്പോഴും എന്താണ് ടെസ്റ്റ് പേപ്പർ, എക്സാം, സാറ് ക്വസ്റ്റ്യൻ ചോദിക്കും, പഠിച്ച് തീർക്കാനുള്ളത്, അടുത്ത എൻട്രൻസ്, ആകെ കൊണ്ട് നമ്മൾ ബഹളപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്ന് സ്കൂൾ കാലത്തിൻ്റെ മനോഹരമായ ആ സമയം നമുക്ക് എത്രത്തോളം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. ആ ചോദ്യം പോലെ തന്നെ പ്രധാനമാണ് കൊച്ചു കുട്ടികളെ കുറിച്ചിട്ടുള്ള അവരുടെ ചിന്തകൾ, അവരുടെ രീതികൾ. ആ രീതികൾ നമ്മൾ മനസ്സിലാക്കുന്നത്, അത് അച്ഛനമ്മമാരാകട്ടെ അധ്യാപകരാകട്ടെ, ആ മനസ്സിലാകായ്മ ഒരു പ്രശ്നമാണോ എന്നുള്ളതാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിൽ പറയുന്ന ഒരു കൊച്ചുകുട്ടിയുണ്ട്, ടോട്ടോച്ചാൻ എന്നാണ് അവളുടെ പേര്. അവളുടെ പേര്, യഥാർത്ഥ പേരിലേക്ക് ഞാൻ വരാം. ടോട്ടോച്ചാൻ എന്നാണ് ഇതിൽ അറിയപ്പെടുന്നത്. അപ്പം ആശാട്ടീനെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പുറത്താക്കിയിട്ട് ഇത് തുടങ്ങുന്നത് തന്നെ അമ്മ മകളുമായിട്ട് ഒരു റെയിൽവേ സ്റ്റേഷനിൽ കൂടെ ഇങ്ങനെ അടുത്ത സ്കൂൾ അന്വേഷിച്ച് പോകുന്നതിലാണ്. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ടോട്ടോച്ചാന് യാതൊരു പേടിയോ ഭയമോ ഒന്നുമില്ല. ടോട്ടോച്ചാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ടിക്കറ്റ് കളക്ടറെയൊക്കെ കാണുന്നത്. അപ്പോൾ എങ്കിൽ പിന്നെ ഇനി ഞാനങ്ങ് ടിക്കറ്റ് കളക്ടർ ആയാലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ടോട്ടോ പോകുന്നത്. അപ്പോൾ ടോട്ടോയെ ആദ്യത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണം തന്നെ എന്താണ്? അവൾ ജനലിൽ കൂടെ വെളിയിലേക്ക് നോക്കി നിൽക്കും, വെളിയിൽ പോകുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കും. മാത്രമല്ല അവളുടെ ഡെസ്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കം അടയ്ക്കും. ഇതൊക്കെ ക്ലാസ്സിനെ വല്ലാതെ അലങ്കോലപ്പെടുത്തുകയാണ്. മാത്രമല്ല പടം വരയ്ക്കാനുള്ളൊരു ദിവസം കൊടുത്തു. ആ ദിവസത്തിൽ അവളുടെ പടം എന്ന് പറയുന്നത് പേപ്പറിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി മുഴുവനും ഡെസ്കിലായിരുന്നു. അപ്പോൾ ഇതൊക്കെ വലിയ കുറ്റമല്ലേ?